ചേച്ചി ഈ പെണ്ണ്? ഏത് പെണ്ണ്? ഐസ് മിഠായി പോലെ ഇരിക്കുന്ന ഈ പെണ്ണ്. ഐസ് മിഠായിയോ? കൊള്ളാമല്ലോടാ നിന്റെ ഉപമ. ഇവളെന്റെ മോളാ. ഞാൻ മുമ്പ് വന്നപ്പോഴൊന്നും ഇങ്ങനൊരു മോളെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എനിക്കൊരു മോളും കൂടെ ഉണ്ട്. എന്താണ് ഇവളുടെ പേര്? ആച്ചി. ആച്ചി ആച്ചി. അമ്മ ഈ ചെറുക്കനെ കളിയാക്കുന്നു. അവന് ചെറുക്കനൊന്നും വിളിക്കരുത്. അവനെന്റെ ഇളയ ആങ്ങളെയാ. അനിലേട്ടാന്ന് വിളിക്കണം. എന്നെ കളിയാക്കുന്നതോ? അനിൽ, നീ ആച്ചിയെ കളിയാക്കരുത്. ഇല്ല, പത്രാസുകാരി. പാടി വേണ കളിക്കാൻ. വാ. ഈ കൂട്ടിൽ കിളിക്കുഞ്ഞ് കാണും. ഞാൻ കേറി എടുത്തു തരാം. അയ്യോ വേണ്ട, എനിക്ക് പേടിയാവുന്നു. എനിക്ക് കിളിക്കുഞ്ഞിന് വേണം അമ്മാവാ. ഞാൻ ഇപ്പൊ കേറി എടുത്തു തരാം. പേടിക്കാതിരി പെണ്ണേ, വണ്ടി പത്രൂസ്. ഞാൻ അമ്മയെ വിളിച്ചു പറയും. ഞാനെന്നാ ഒരു സർക്കസ് കാണിക്കും. കൈവിട്ട് മരക്കൊമ്പിലൂടെ നടക്കും. അമ്മേ ഓടുക, അനിലിന്റെ മറ്റേ കൈവിട്ട് നിൽക്കുന്നു അമ്മേ. എടാ അനിൽ. അയ്യോ അമ്മേ, കൈവിട്ട് നിന്ന് തുള്ളുകയാണോ? ഞാൻ കേറിണ്ടെന്ന് പറഞ്ഞതാ. അനിൽ, നിന്റെ കുസൃത്തരം കൂടുന്നുണ്ട്. ഇന്ന് തന്നെ നിന്നെ ഞാൻ വണ്ടമേടിന് അയക്കുന്നുണ്ട്. പൊന്നു ചേച്ചി, എന്നെ പറഞ്ഞു വിടല്ലേ. സ്കൂൾ തുറക്കുന്നത് വരെ ഞാനിവിടെ നിന്നോട്ടെ. ഈ പെണ്ണ വഴക്കുണ്ടാക്കുന്നത്. പേടിത്തൊണ്ട. ഇങ്ങനെയാണെങ്കിൽ അനിലോട്ടനോട് എനിക്ക് കൂട്ടില്ല. മണ്ടി പെണ്ണ് എന്നെ കണ്ടോ? പാവം, കയ്യിൽ കമ്പിത്തിരി വെച്ച് പൊളിച്ച പാട് മാഞ്ഞിട്ടില്ല. ഇത് മായണ്ട, എപ്പോഴും അനിലേട്ടനെ ഓർമ്മിക്കാൻ. പകൽ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ എന്തു തണുപ്പ്. പെണ്ണേ, ഇത് വണ്ടൻമേടാണ്. ചൂടിന് ഇവിടെ ഇടമില്ല. ദൈവം എയർ കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. ചുറ്റും മലകൾ, മലയുടെ പുറകെ സൂര്യാസ്തമനം. കാണാൻ എന്ത് രസം. ഇവിടെ നല്ലൊരു വീട് വെച്ച് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നാണ് എന്റെ സ്വപ്നം. ഹായ്, പേരയ്ക്ക. പേരയ്ക്ക വേണോ? പറിച്ചു തരാം. കൊച്ചുനാളിൽ ഞാൻ എന്തെങ്കിലും കുസൃതി കാട്ടിയാൽ നീ എന്നെ നോക്കി കവിള് തീർപ്പിക്കുമായിരുന്നില്ലേ? ഇന്നാ പേരയ്ക്ക.
സുന്ദരി പെണ്ണി കൊണ്ട് നീ പോന്നു? ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞു വിട്ടാണ് അച്ഛാ, മോഷ്ടിച്ചോണ്ടൊന്നുമല്ല. അങ്ങനെ ആയാലും തെറ്റില്ല. നിന്റെ അമ്മയും കൊണ്ട് ഞാൻ ഈ മല കയറിയത് അവളുടെ വീട്ടുകാരറിയാതെയല്ലേ? അവള് മരിക്കുന്നത് വരെ ഞങ്ങൾ എന്നും ഓണം പോലെ കഴിഞ്ഞില്ലേ? ആച്ചി മോളെ, നീ കയറി അങ്ങ് വളർന്നല്ലോ. മാലതിക്കും ഭർത്താവിനും ഗോപിക്കും ഒക്കെ സുഖമാണോ മോളെ? അമ്മയ്ക്ക് കൂടെ കൂടെ വയറ്റുവേദന വരും. അതുണ്ടാവും. ഗോപിയുടെ പ്രസവത്തെ തുടർന്ന് അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞല്ലേ? വിശപ്പ് ഒട്ടുമില്ല, ആശുപത്രിയിൽ പോകുന്നുണ്ട്. അതാണോ അവരും കൂടെ വരാത്തത്? ചേച്ചിയും ചേട്ടനും ഗോപിയും കൂടെ ശ്രീനി ചേട്ടന്റെ അച്ഛന്റെ സപ്തതിക്ക് പോയിരിക്കുകയാണ്. ആച്ചി പോകുന്നില്ലെന്ന് പറഞ്ഞു. അവേ, അവന്റെ 16 അടിയന്തരത്തിന് പോകാതെ ഇങ്ങോട്ട് പോന്ന നന്നായി മോളെ. നിനക്ക് ഈ നല്ല സ്ഥലമെങ്കിലും കാണാമല്ലോ. എനിക്കൊരു എഴുത്തുണ്ടായിരുന്നു, പ്രഭാകരൻ പിള്ള എന്റെ 16 അടിയന്തരത്തിന് വരണമെന്ന്. ഈ മരിച്ചവരുടെ അടിയന്തരമല്ലേ അച്ഛാ 16? ജീവിച്ചിരിക്കുമ്പോഴുള്ള 16 ആണോടാ അവന്റെയൊക്കെ സപ്തതി. മോളങ്ങോട്ട് കയറിയില്ല. അപ്പൂപ്പൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വന്ന് കാപ്പി തിളപ്പിച്ചതരാം. ഞാൻ കാപ്പിയിടാം അപ്പൂപ്പ. പാചക കാര്യത്തിൽ ആച്ചി മിടിക്കുകയാണ് അച്ഛാ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ്. ആട്ടെ, നീ ഉറക്കം വാങ്ങിച്ചിട്ടൊന്നു? ഒരു കുഴപ്പം പറ്റിയ അച്ഛാ, ആച്ചി പോലും അറിയാതെ കുറെ ഉണക്കമീൻ വാങ്ങി പൊതിഞ്ഞ് ഞാൻ സഞ്ചിയിൽ വെച്ചിരുന്നു. എന്തോന്നാ നാറെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഓടയിലെ വാടയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഒടുക്കം ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ 5 പട്ടികൾ. അവർക്കും കൂടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ഉണക്കമീൻ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞു. അയ്യോ, മുഖവരിയുള്ള പട്ടികളായിരുന്നെങ്കിൽ നമുക്ക് പോയി തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാതെ പോണാവള്. നിന്റെ ഒരു ഉണക്കം. ആച്ചകത്തില്ലേ? ഞാനും അതാ ആലോചിക്കുന്നേ. അവൾ എവിടെ പോകാനാണ്? ആ ഹോൺ നടിക്ക്. പറയാതെ അവിടെ എങ്ങും പോകാറില്ല. നീ ഉറങ്ങിയായിരുന്നു മോളെ? ഞാൻ വിചാരിച്ചു മറ്റാരെങ്കിലും. അമ്മ എന്താണ് ഇറങ്ങാത്തത്? അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. മോളും കൂടെ വാ, നമുക്കൊന്ന് താങ്ങി നടത്താം. എന്താണമ്മേ? സാരമില്ല മോളെ. ഊണ് കഴിക്കാൻ വരുമോ അച്ഛ? വേണ്ട മോളെ. അച്ഛൻ വൈകിട്ട് കാപ്പിയും കുടിച്ചില്ല, കുളിച്ചതുപോലുമില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കൂടി കഴിക്കുന്നില്ല. അച്ഛൻ എന്തു പറ്റി? എന്താണ് അച്ഛ? മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയരുതോ? നിന്നോട് പറയാം. നീ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ്. എന്റെ ദുഃഖം ഞാൻ വേറെ ആരെ അറിയിക്കാനാണ്? മാലതിയെ കുറിച്ച് ഓർക്കുമ്പോ. അമ്മയ്ക്ക് എന്താണ് അച്ഛാ? ഗോപിയോട് പറയണ്ട. കൊഴിയാൻ പോകുന്ന പൂവാണ് എന്റെ മാലതി. മോള് വിഷമിക്കരുത്. നിന്റെ വിഷമം മാലതി അറിയുകയും വരുത്. അവൾക്ക് ക്യാൻസറാണ്. എന്റെ മോള് അവൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. അല്പനാളുള്ളത് അവള് സന്തോഷമായി കഴിയട്ടെ. അങ്ങനെ അവള് കടന്നു പോവട്ടെ. ആച്ചി, എന്റെ മോള് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവളാണെന്ന് വിചാരിച്ച ഞാനിത് നിന്നോട് പറഞ്ഞത്. നീ കരയരുത്. ഇല്ല. അമ്മേ, മരുന്ന് കഴിച്ചിട്ട് പാല് കുടിക്കണം.
പാലെനിക്ക് വേണ്ട മോളെ, ഛർദിക്കാൻ തോന്നുന്നു. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയമ്മേ? എന്റെ അമ്മയല്ലേ, ഇതങ്ങ് കഴിക്കേ. എന്താണ്? അമ്മ പാല് പോലും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മാലതി? എനിക്ക് വയറ്റിലെ വേദന സഹിക്കുന്നില്ല. ഓഫീസിൽ പോയില്ലേ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് അവധി എടുത്തിരിക്കുകയാണ്. ആച്ചയുടെ ഇന്റർവ്യൂ നാളെയാ. ഇന്ന് വൈകിട്ട് ഗുവിയും കുട്ടി അവളെ അയക്കണം. ഞാൻ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നില്ല അച്ഛാ. അങ്ങനെ പറയരുത് മോളെ. വലിയ തുക കൊടുത്താണ് ഓരോരുത്തർ അഡ്മിഷൻ വാങ്ങിക്കുന്നത്. നിനക്ക് നിന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതാ. ഒരു കൊല്ലം പോയില്ലെങ്കിലും കുഴപ്പമില്ല. ആച്ചി, നിനക്ക് സ്കോളർഷിപ്പ് വരെ കിട്ടും. എന്ത് കിട്ടിയാലും അമ്മയ്ക്ക് നല്ല സുഖമാകാതെ ഞാൻ കോളേജിൽ പോയില്ല. ഇക്കാര്യത്തിൽ അച്ഛനും അമ്മയെ നിർബന്ധിക്കരുത്. എന്റെ മോള് എനിക്ക് വേണ്ടി അവളുടെ ഭാവി പോലെ നശിപ്പിക്കുകയാണ്. കിടന്നോളൂ.